ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പച്ചക്കായ കൊണ്ടുള്ള കറിയാണ്. മീൻകറിയുടെ അതേ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ 2 പച്ചക്കായ, അതായത് ബജ്ജി ഉണ്ടാക്കുന്ന കായാണ്, ഇവിടെ പൊന്തം കായ എന്ന് പറയും. പിന്നെ ഒരു സവാള പൊടിയായി അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു 8 വെള്ളുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അര തേങ്ങ, പകുതി തേങ്ങ ചെറിയത് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് അല്പം വെള്ളം എടുത്തിട്ട് അല്പം മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ കായ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ കായ തന്നെയാണ് ഈ കറിക്ക് എടുക്കേണ്ടത്. എല്ലാവർക്കും അറിയാം. ഇതാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഈ വലിപ്പത്തിലാണ് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്. ഇനി ആ മഞ്ഞൾ വെള്ളത്തിലേക്ക് നമ്മൾക്ക് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ 2 കായും ഞാൻ അതേപോലെ കട്ട് ചെയ്തിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് ആ നാളികേരം ചെറിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു അര സ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ ചതച്ചാണ്, അതുകൂടി ചേർത്താണ് നമ്മളിപ്പോൾ അരയ്ക്കുന്നത്. ചതച്ച് ചേർത്ത് പെട്ടെന്ന് അരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ പൊടിച്ച് ചേർത്താലും മതിയാവും. ഇതേപോലെ നമ്മൾ തേങ്ങ അരച്ച് വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 1.5 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/4 സ്പൂണ് ഉലുവ ഇട്ട് പൊട്ടിച്ച് കൊടുക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം ആ സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. പിന്നെ ഒരു 3 പച്ചമുളക് കീറിയതും ആ വെള്ളുള്ളി കട്ട് ചെയ്തതും ആ ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. പതിവ് പോലെ നമ്മൾക്ക് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരല്പം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വിധം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കുക. തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മീൻ കറിയുടെ അതേ രുചിയായിരിക്കും. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഇതാ വെന്ത് വരുന്ന സമയത്ത് തീ ഒന്ന് അല്പം കുറച്ചിട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അത്രയും മതി. ഇതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന്. ഈ സമയത്ത് അതിലേക്ക് നമ്മൾ ആ കായ കഴുകി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കായ വെന്ത് വരാനുള്ള വെള്ളം മാത്രമാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ, ഒരല്പം മാത്രം. എന്നിട്ട് നമ്മളിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ആ പുളി പിഴിഞ്ഞ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മൊത്തം നമ്മളത് പിഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊരു 6-7 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ചു വെച്ചാലാണ് ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളത് കറിയെല്ലാം ഒരുവിധമൊക്കെ ഒന്ന് വറ്റി. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഒന്ന് കുറുകി വന്നിട്ട് ആ കായ ഒന്ന് വെന്താൽ തന്നെ ഒന്ന് കുറുകി വരും. ഈ സമയത്ത് നമ്മൾക്ക് അതിലേക്ക് തേങ്ങ അരച്ച കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച മീൻ കറിയുടെ അതേ ടേസ്റ്റാണ്. മീനൊന്നും കിട്ടാത്ത സമയത്ത് നമ്മൾക്ക് ഇതുപോലെ കായ കിട്ടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേ കായൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾക്ക് അതിലേക്ക് പോരാത്ത ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് നമ്മളൊരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. ഇപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ഞാൻ നോക്കുമ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. കേട്ടില്ലേ, നല്ല കറിയെല്ലാം നല്ല സെറ്റായി കുറുകി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു വറവാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂണ് വെളിച്ചെണ്ണ, ഒരുപാട് അങ്ങനെ എണ്ണ ഒഴിക്കുന്നില്ല, അതൊഴിച്ചു. ലോ ഫ്ലെയിമിലിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു 7 ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ആ ചുവന്നുള്ളിയും വറ്റൽമുളകും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു അല്പം മുളക് പൊടി കൂടി ഭംഗിക്ക് ചേർത്ത് കൊടുത്തത് നമ്മൾക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കറക്റ്റ് മീൻ കറിയുടെ അതേ സ്റ്റൈലായി വറവ് ഇട്ടുടനെ തന്നെ നമ്മളത് അടച്ചു വയ്ക്കുന്നുണ്ട്. ഇതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പച്ചക്കായ കൊണ്ടുള്ള കറി, അതായത് മന്തങ്കായ, പൊന്തങ്കായ അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുക.
അടിപൊളിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഈ കായക്കറിയുണ്ട്. കൂടെ തന്നെ നമ്മൾക്ക് ഒരു മുരിങ്ങയില മുട്ടത്തോരനുമുണ്ട്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.